ഹലോ ഗൈസ്, അങ്ങനെ ഞാനും കണ്ടു ഹനാൻ ഷാനെ. വെറുതെ ഇരുന്നപ്പോൾ ബോറടി മാറ്റാൻ വേണ്ടി പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ദേ നമ്മുടെ മുസഫയിലെ വേർമാടിന് തൊട്ടടുത്ത് ഒയ ബേബി ജിമ്മിൻ്റെ ഇനാഗ്രേഷന് നമ്മുടെ ഹനാൻ ഷാ വന്നിട്ട് കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തിയപ്പോൾ 5 മണിയായപ്പോഴേക്കും ഞങ്ങളെത്തി. അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 5:30 ആളെത്തുള്ളൂ എന്ന്. എന്തായാലും ഇതൊരു വന്നതല്ലേ, പ്രതീക്ഷിക്കാതെ കിട്ടിയതല്ലേ, കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. ഞങ്ങളങ്ങനെ നിന്ന് 5 മണി കഴിഞ്ഞു, 5:30 കഴിഞ്ഞു, 6-6:15 അപ്പോഴേക്കും ഒഴിഞ്ഞു കിടന്ന ആ ഒരു ഫുൾ ഏരിയ മൊത്തം ക്രൗഡഡായി. ഏകദേശം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടറിയാം. നിമിഷ നേരം കൊണ്ടാണ് ആളുകൾ അവിടെ തിങ്ങിക്കൂടിയത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ദുബായിൽ വന്ന പോലെ ഒന്നും ഇവിടെ ആൾ വരുന്നുണ്ടാവില്ല, റോഡൊന്നും ബ്ലോക്ക് ആക്കാറുണ്ടാവില്ല എന്ന്. നിന്ന് ഒരു 10-15 മിനിറ്റ്, ഒരു 6-6:15 ആയപ്പോഴേക്ക് ആകെ മൊത്തം ക്രൗഡഡായോടെ. അപ്പോഴേക്കും എന്തേ പൊടി പറത്തിക്കൊണ്ട് ആളെത്തി. അത് പിന്നെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എന്തായിരുന്നു ഫാൻസിൻ്റെ ആ ഒരു ആരവെന്ന്. കണ്ടില്ലേ, ആളെ പൊത്തി പിടിച്ചിട്ടാണ് കയറ്റിക്കൊണ്ടുവന്നത്. അത്രമാത്രം ആഘോഷത്തിലാണ് ആളുകൾ അവരെ വരവേറ്റു. ആളുടെ കൂടെ തന്നെ സ്വന്തം ബ്രദേഴ്സിനെയും കൂട്ടിയിട്ടാണ് വന്നത്. ഞങ്ങൾക്കൊക്കെ ഒരു ഹായ് തന്ന് ആളെല്ലാവരെയും കയ്യിലെടുത്തു. എല്ലാവരും ഹനാൻ ഷാനെ നേരിട്ട് കണ്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു. ഞാനും അതിലൊരാളാണ്. 90s കിഡാണെങ്കിലും 2Kൻ്റെ കൂടെ പിടിച്ച് നിൽക്കണ്ടേ. കുറച്ചൊക്കെ പാട്ട് ഞാനും കേൾക്കുന്ന ആളാണ്. ആളുടെ പാട്ടുകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ കൂട്ടത്തിൽ തന്നെ അവിടെ ഹനാൻ ഷാ മാത്രമായിരുന്നില്ല, ഷിയാസ് കരീമും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് കാണാൻ പറ്റി. ആകെ മൊത്തം വേർത്ത് കുളിച്ച് ഞങ്ങൾ നിന്നിരുന്നത്. ആളും ആ ചൂടിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നുണ്ട്. കൂടാതെ ചെണ്ടമേളവും എല്ലാം കൂടിയായിട്ട് ആളെ വെൽക്കം ചെയ്യാനായിട്ട് ഒരുപാട് സെറ്റപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. വന്നവരാരും തന്നെ വെറുതെ വിടുന്നില്ല. ഗസ്റ്റുകളായാലും ശരി, അവിടെ സ്റ്റേജിലുണ്ടായിരുന്ന ആൾക്കാരായാലും ശരി, മുഴുവൻ ആൾക്കാരും സെൽഫിയുടെ പിന്നാലെയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതേ പോകുന്ന 2 എണ്ണം എൻ്റെ സ്റ്റുഡൻസാണ്. അവരും ഉണ്ടായിരുന്നു അതിനിടയിൽ. എന്നെ കണ്ടപ്പോഴും ചോദിച്ചു മിസ് എന്താ എവിടെയെന്നൊക്കെ. ഞാനും പിടിച്ച് നിൽക്കണ്ടേ 2Kൻ്റെ ഇടയിൽ. ഞാനും പറഞ്ഞു ഞാനും കാണാൻ വന്നതാണെന്ന്. അങ്ങനെ നമ്മുടെ ഹനാൻ ഷാ രംഗത്ത് വന്നു. കുഞ്ഞു കുട്ടി മുതൽ മുതിർന്ന ആൾക്കാർ വരെ ആളുടെ ഫാനാണെന്നുള്ളത് യാതൊരു ഡൗട്ടും ആയിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് വരെ ചോദിച്ചു ഇത്രയ്ക്കൊക്കെ ആളുണ്ടായിരിക്കുമെന്ന്. ആൾക്കടക്കം മനസ്സിലായി, അവസാനം മനസ്സിലായ കാര്യം നമ്മൾ വിചാരിച്ച പോലെയല്ല, ആളൊരു സംഭവമാണെന്ന്. സിംപ്ലിസിറ്റിയാണ് ആളുടെ മെയിൻ. എത്ര സിമ്പിളായിട്ട് ആൾ സംസാരിച്ചു. ഒരു തനി നാടൻ, നമ്മുടെ ഒരു അയൽവക്കത്തൊരു പയ്യൻ, ആ ഒരു ഫീലിലാണ് ആളുടെ പെരുമാറ്റം മുഴുവൻ ഉണ്ടായിരുന്നത്. ആർക്കായാലും തോന്നിപ്പോവും ഇവനാണോ, ഇതിന് ഇത്ര സിമ്പിളാണോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് എന്തായാലും വന്നു പോകും. നിങ്ങൾക്കും കണ്ടാൽ മനസ്സിലാവും. ആ ചൂടിന് പോലും വക വയ്ക്കാണ്ടാണ് എല്ലാവരും കാത്തു നിന്ന്. കുഞ്ഞു പിള്ളേരൊക്കെ ഹനാൻ ഷാ എന്നുള്ള വിളിച്ചു പോവൽ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പം തന്നെ നമ്മൾ കാത്തു നിന്നതിനൊരു കാര്യം ഉണ്ടായെന്നുള്ള ഫീൽ കിട്ടി. കേട്ടല്ലോ അല്ലേ, കണ്ടില്ലേ കുഞ്ഞു പിള്ളേരുടെ ഒരു ആരവം, എന്തൊരു ബഹളമായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കേൾക്കുമ്പോൾ ഇത്രയാണെന്നുണ്ടെങ്കിൽ അവിടെ നേരിട്ട് നിന്ന് ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും. അതിൻ്റെ ഇടയിലാണ് ഒരു കുഞ്ഞു പയ്യനെ ചൂട് സഹിക്കാൻ വയ്യാണ്ട് അവൻ്റെ ടീഷർട്ട് ഊരിയിട്ട് അവരവിടെ പൊക്കി പിടിച്ചിരിക്കുന്നത്. അത് കണ്ടിട്ടാണ് ആ ഡയലോഗ്. പിന്നെ ഷിയാസ് കരീം വന്നു. ആളെല്ലാ കാര്യങ്ങളും ഭാവി ആശംസകളൊക്കെ നൽകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓയ ബേബിക്ക് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആരൊക്കെ അവിടെ ഒന്ന് വിളിച്ചു കൂവിയത് ഒരു പാട്ട് പാടാൻ ഷിയാസ് കരീമിനോട്. വേഗം സേഫ് സോൺ നോക്കിയിട്ട് ഹനാൻ ഷാനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ. ഹനാൻ ഷാ വന്നാൽ ഞാനും പാടാന്ന്. പിന്നെ ഇതേ ഓരോരോ ഗസ്റ്റായിട്ട് വന്ന് അവരുടെ വകയുള്ള വിഷസ് അറിയിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തരായി വരുന്നുണ്ട്. ഇവരുടെ ഒന്നും പേരെനിക്ക് ഓർമ്മയില്ല, ഏതൊക്കെയോ പേരുകൾ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അടുത്തതായി ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടുകാരുടെ വക ബോഡി മസിൽ ഷോ. ദേ ആ പുറകിൽ നിൽക്കുന്ന ചെറുതിനെ കണ്ടോ, അവനാണ് ആ ഒരു ഐറ്റം മുഴുവനായിട്ട് എടുത്തുകൊണ്ടുപോയത്. ഒരു പക്ക ഷോ സ്റ്റീലർ എന്നൊക്കെ പറയുന്ന പോലെയാണ്. ആ മുന്നിൽ നിന്ന് എല്ലാ ജിമ്മന്മാരെയും ഒറ്റയടിക്ക് അവൻ താഴത്തെ കളഞ്ഞു. എല്ലാവരും അവനെ മാത്രം ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ബാക്കിയുള്ളവരവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പിന്നെ അവർ വരെ അവൻ്റെ ഫാനായി മാറി. ഫോട്ടോസും വീഡിയോസും സെൽഫിയും അവനായി അവിടെ താരം. കണ്ടില്ലേ, നീ മസിലൊക്കെ കാണിക്കുന്നുണ്ട് കുഞ്ഞു കയ്യിൽ, കണ്ടോ. എന്താ അല്ലേ, കൊച്ചു പിള്ളേർ വരെ ബോഡി ബിൽഡിങ്ങിലാണിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആരാധകരുടെ നിരന്തര ആവശ്യപ്രകാരം നമ്മുടെ ഹനാൻ ഷാ രംഗത്ത് വരികയാണ്. ആൾ ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടുന്നുണ്ട്. ഏതാണെന്ന് നിങ്ങൾ കേട്ട് നോക്ക്.
പാടി ആളവിടെ കൂടി എല്ലാ ക്രൗഡിനെയും കയ്യിലെടുത്തു. ഇത്രയും നേരം ചൂടും സഹിച്ച് വേർത്തൊലിച്ച് അവിടെ കാത്തു നിന്നത് ഒരു പാട്ട് കേൾക്കാനാണ്. അതേതാന്ന് ഷിയാസ് കരീം ഇപ്പോൾ അവിടെ പറയുന്നുണ്ട്. അതെ, നമ്മുടെ ചിറാപ്പുഞ്ചി. അത് പാടാണ്ട് അവിടെ നിന്ന് വിടുമോ? ഇല്ല. അങ്ങനെ നമ്മൾ കാത്തിരിപ്പിന് വിരാമിട്ട് ഹനാൻഷതേ നമ്മുടെ ചിറാപ്പുഞ്ചി പാടുന്നുണ്ട്. കോറസ് പോലെ നിങ്ങൾക്കും കേൾക്കാം ഫാൻസിൻ്റെ വക അത് ഏറ്റുപാടുന്നത്. അങ്ങനെ നല്ലൊരു ഓളത്തിലായിരുന്നു ആ സ്റ്റേജ് മൊത്തത്തിൽ. ആളാകെ അവിടെ കൂടി ഫാൻസിനെ മൊത്തം കയ്യിലെടുത്ത ആ ഒരൊറ്റ പാട്ടിലൂടെ തന്നെ. അത് കഴിഞ്ഞപ്പോഴേക്കും ക്രൗഡ് ഒന്നുകൂടെ കൂടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വേഗം സ്ഥലം വിടാൻ നോക്കി. ഈ പാട്ടെല്ലാം കഴിഞ്ഞിട്ട് ആളൊരു വാക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു പിള്ളേർക്ക്. താഴെ കാത്തു നിൽക്കുന്ന എല്ലാ കുട്ടിപ്പട്ടാളത്തിൻ്റെയും കൂടെ ഞാനൊരു ഫോട്ടോയും സെൽഫിയും വീഡിയോ ഒക്കെ എടുത്തിട്ടേ പോകുള്ളൂ എന്ന് ആൾ വാക്ക് പാലിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ആളവിടുന്ന് പോയത്. അപ്പോഴേക്കും ഞങ്ങൾ എത്തേണ്ട അടുത്ത് എത്തിയിരുന്നു. അങ്ങനെ ഹനാൻ ഷാനെയും കണ്ടു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ആ ഒരു മൊമെൻറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിൽ എന്താ ജീവനില്ലാണ്ട് കിടന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ജീവൻ വയ്ക്കാൻ ഹനാൻ ഷാ വേണ്ടി വന്നു. അപ്പോൾ ഓക്കെ, ബൈ.